ഹലോ ഗൈസ്, അപ്പോൾ എനിക്ക് ആഴ്ചയിലൊരിക്കൽ എനിക്ക് യെല്ലോ യൂണിഫോമാണ്. എപ്പോഴും ബ്ലൂ ഷർട്ടാണ്. ഇന്ന് സാറ്റർഡേസിൽ മാത്രം എനിക്ക് യെല്ലോ യൂണിഫോമാണ്. നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമേ ഈ യൂണിഫോം ഉള്ളൂ. സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനൊന്നുമില്ല. BSc ഫസ്റ്റ് ഇയേഴ്സിനും MSc ഫസ്റ്റ് ഇയേഴ്സിനും മാത്രം സാറ്റർഡേസിൽ ഇത് ഇടണം. പിന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വെനസ്ഡേ എന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല, ഈ ഒരു ഡേയ്സിലും ഇതിടണം. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രം അതും. പിന്നെ സെക്കൻഡ് ഇയേഴ്സിന് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു. തേർഡ് ഇയേഴ്സിന് അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇന്നാണ് എൻ്റെ പ്രസൻറ്റേഷൻ. അന്ന് ഞാൻ പറഞ്ഞ ഫിസിയോളജീൻ്റെ പ്രസൻറ്റേഷൻ ഇന്നാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല, അന്ന് ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, വായിച്ച് നോക്കിയിട്ടുമില്ല. എനിക്ക് ഇന്ന് ഉച്ചവരെയോ ക്ലാസ് ഉള്ളൂ, 3rd അവർ ഫ്രീ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വായിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല അപ്പോൾ ക്ലാസ് എടുക്കുമോയെന്നൊന്നും അറിയില്ല. ഈ ടൈം ടേബിളിൽ ഫ്രീ ആണ് കാണിക്കുന്നത്. പിന്നെ 4th അവറാണ് എനിക്ക് ഫിസിയോളജി വരുന്നത്. അപ്പോൾ ഞാൻ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല, ഈ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ശനിയാഴ്ച ഉച്ചവരെ ഉണ്ടാവല്. അപ്പോൾ ഇന്നെൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. ഇന്നത്തെ പ്രസൻറ്റേഷൻ കുഴപ്പമില്ല. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അത്ര പേടി എനിക്കിന്നില്ലേനു, എന്താണെന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കൈവറക്കലും അങ്ങനത്തെ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ വായിക്കാനും എല്ലാം ഒരു തപ്പിയിട്ടാണ് വായിച്ചത്. ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം സെറ്റാക്കി ഞാൻ. കുറച്ച് കോൺഫിഡൻസ് വന്നിന് ഇപ്രാവശ്യം. ഫ്രണ്ട്സും പറഞ്ഞ് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെന്നെല്ലാം. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് 4 ഇതുണ്ടായിരുന്നു. 4 ടോട്ടൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം 4 പ്രസൻറ്റേഷൻ ചെയ്ത്. ഈ ഫസ്റ്റിൽ തന്നെ 4 പ്രസൻറ്റേഷൻ ചെയ്ത്. ആ 4 പ്രസൻറ്റേഷനിലും എനിക്ക് ഫസ്റ്റ് പ്രസൻറ്റേഷനിലേക്കാളും ഇമ്പ്രൂവ് ചെയ്ത് സെക്കൻഡ്, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രസൻറ്റേഷൻ എന്താവുമെന്ന് അറിയില്ല. അടുത്ത പ്രസൻറ്റേഷൻ ഇതുവരെ തന്നിട്ടില്ല, ഇനി തരുന്നേ ഉണ്ടാവോ. ഇനി ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റേഷൻ ഉണ്ട്, അത് ഇതുവരെ തന്നിട്ടില്ല. തരുമായിരിക്കും, അറിയില്ല കറക്റ്റ്. ഇപ്പോൾ തരുമോയെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.